കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ കർത്താവ് നമുക്ക് ഒരവസരം കൂടെ ഒരുക്കിയതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുക. പ്രിയപ്പെട്ടവരെ, കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, നമ്മുടെ ആരോഗ്യത്തിലും, നമ്മുടെ സമ്പത്തിലും, നമ്മുടെ ശുശ്രൂഷയിലും, എല്ലാ മേഖലകളിലും കവിഞ്ഞൊഴുകുന്ന ഒരു അനുഭവം ഉണ്ടാകണം. അതാണ് കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹം, കർത്താവിൻ്റെ പദ്ധതി അതാ. ദൈവവചനം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടിയാണ്. യേശു എൻ്റെ കർത്താവാണെന്ന്, ഇനി മുതൽ എന്നെ നടത്തുന്നത് യേശുവാണ് എന്ന് ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ ഉറപ്പിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ മനസ്സിലും എൻ്റെ ശരീരത്തിലും, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വലിയൊരു മാറ്റം കർത്താവ് ചെയ്യും. യേശുവിൻ്റെ നാമം ഞാൻ സ്വീകരിക്കുമ്പോൾ, അഥവാ യേശുവിൻ്റെ നാമത്തെ ഞാൻ വിശ്വസിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ അത്ഭുതങ്ങൾ നടക്കും. നിങ്ങൾ ഓരോ എപ്പിസോഡിലും അനേക സൗഖ്യത്തിൻ്റെ സാക്ഷ്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇന്നും യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടക്കും. അനേക ഭവനങ്ങൾ തകർന്ന് ഇനി ഒരു നിമിഷം പോലും ഈ ലോകത്ത് ജീവിക്കുവാൻ സാധ്യതയില്ല എന്ന് എല്ലാവരും വിധി എഴുതിയ ആ അവസ്ഥയിൽ യേശുവിനെ വിശ്വസിച്ചപ്പോൾ അത്ഭുതങ്ങൾ നടന്ന അനേക സാക്ഷ്യങ്ങൾ നിങ്ങൾ ഈ എപ്പിസോഡിലൂടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങൾക്കും യേശു മതിയായവനാണ്. അത് സാമ്പത്തികമായ വിഷയമായിക്കോട്ടെ, നിങ്ങളുടെ ശാരീരികമായ പ്രയാസങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയമായിക്കോട്ടെ, എന്തു വിഷയത്തിനും യേശു മതിയായവനാണ്. കർത്താവായ യേശുവിൻ്റെ ഹിതം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ലോകത്തിൽ പൂർണ്ണ സൗഖ്യമുള്ളവരായി ജീവിക്കണം. അതുപോലെ തന്നെ നമ്മിലൂടെ അനേകർക്ക് കൊടുക്കുവാൻ, അത് സാമ്പത്തികമായിട്ടും ആത്മീയമായിട്ടൊക്കെയും നമ്മൾ കൊടുക്കുന്നവരായി തീരണം. അതാണ് കർത്താവിൻ്റെ ആഗ്രഹം. ഇന്ന് വളരെ നല്ല ഒരു മെസ്സേജ് നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഇന്ന് നിങ്ങൾ ഈ കേൾക്കുന്ന ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ശുശ്രൂഷയിൽ, നിങ്ങളുടെ ഭവനത്തിൽ വലിയൊരു മാറ്റത്തിന് ഒരു കർത്താവ് ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. നമുക്കിന്നത്തെ മെസ്സേജിലേക്ക് കടക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക. അതുകൊണ്ട് Therefore, മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം do not cast away the confidence തള്ളിക്കളയരുത്, which has a great reward. നിങ്ങളിലുള്ള ധൈര്യം കളയരുത്. അടുത്ത വാക്ക്, ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. കർത്താവായ യേശു ക്രിസ്തു ഒരുവന്റെ അകത്ത് വരുമ്പോൾ തൻ്റെ ഉള്ളിൽ ഒന്ന് പെർഫെക്റ്റ് ആണെന്നുള്ള ഉറപ്പ് വരും. ഇന്ന് ഈ സഭയ്ക്കകത്ത് രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട എത്ര പേരുണ്ടെന്ന് കരവും ഉയർത്തിയിരുത്തി. നിങ്ങൾക്ക് എങ്ങനെ അറിയാം യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നുണ്ട്? നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പുണ്ട് നിങ്ങളുടെ പാപം മോചിക്കപ്പെട്ടു? നമ്മൾ വായിക്കൊണ്ട് ഏറ്റു പറഞ്ഞു, യേശു എൻ്റെ കർത്താവാണ്, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പാപം മോചിക്കപ്പെട്ടു എന്ന് എങ്ങനെ അറിയാം? യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെന്ന് എങ്ങനെ അറിയാം?
കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്ത്യർ 15-ാമത്തെ അധ്യായം അതിൽ 14-ാം വാക്യം. ഇഫ് ക്രൈസ്റ്റ് ഇസ് നോട്ട് റിസൺ, വായിച്ചേ. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ, യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. നമ്മുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ, മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ, നോക്ക്, നിങ്ങളുടെയും എൻ്റെയും ഏറ്റവും വലിയ പ്രത്യാശ ഈ ലോകത്തിൽ നമ്മൾ വിശ്വാസത്തോടെ ജീവിക്കുമ്പം നിങ്ങളുടെയും എൻ്റെ ഒരു ഉറപ്പ് പ്രത്യാശ എന്താ? ഈ ലോകം കഴിഞ്ഞിട്ടും എന്നെ എവിടെ കുഴിച്ചിട്ടാലും, ചിലർ ചോദിക്കുന്ന എവിടെ കൊണ്ട് അടക്കിയത്? അങ്ങ് ദൂരെ കൊണ്ട് കാട്ടിലാണോ അടക്കിയത്? കാട്ടിലായാലും വീട്ടിലായാലും ചില ശവമൊന്നും വീട്ടിൽ പോലും എത്തുന്നില്ല. പക്ഷേ വിമാന അപകടമൊക്കെ കേൾക്കുന്നുണ്ട്, അവിടെയൊക്കെ രക്ഷിക്കപ്പെട്ടവനുണ്ടെങ്കിൽ ശവം കിട്ടിട്ടില്ല. പക്ഷെ കർത്താവ് തൻ ഗംഭീരനാദത്തോടെ വരുമ്പോൾ എവിടെ അടക്കി എന്നുള്ളതല്ല, സെമിട്രിയുടെ ഭംഗി നോക്കിയല്ല കർത്താവ് വരുന്നത്, തനിക്കായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അവൻ വരുന്നേ. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താൽ കർത്താവ് എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും. 15-ാം വാക്യം. ഇഫ് വായിച്ചേ. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ, ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ, അതിന്റെ അർത്ഥം ഞാൻ വിരോധമായി സാക്ഷ്യം പറയുന്നു, എന്നിട്ട് ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ ഇരിക്കുന്നു. ക്രിസ്തു ഉയർത്തിട്ടില്ലെങ്കിൽ ഇന്നും നിങ്ങളും ഞാനും നമ്മുടെ പാപത്തിലാ കഴിയുന്നത്. ഹല്ലേലൂയ. അപ്പൊ യേശു ഉയർത്തെഴുന്നേറ്റെന്ന് പറയുമ്പോൾ അതിന് 2 കാര്യമാണ്. ഒന്ന്, ഞാനും കർത്താവിനെ പോലെ ഉയർത്തെഴുന്നേക്കും. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം പറയുന്നത് ഉയർപ്പിന്റെ നിരയെക്കുറിച്ച്. യേശു ക്രിസ്തു ആദ്യജാതൻ. അതാണ് അതിൻ്റെ 15-ാമത്തെ 23-ാമത്തെ വാക്യം വായിച്ചേ. ഓരോരുത്തരും താൻ താന്റെ നിരയിലായിരിക്കും ഉയർപ്പ്. ആദ്യഫലം ക്രിസ്തു. ആദ്യഫലം ആരാ എഴുന്നേറ്റത്? ആദ്യഫലം എന്ന് പറഞ്ഞാൽ ഇനിയും എഴുന്നേക്കാൻ ആൾക്കാരുണ്ടെന്ന്. യേശു ഏകജാതനാണ്, പക്ഷേ ഉയർത്തെഴുന്നേറ്റത് ആദ്യജാതനായിട്ടാണ്. ഏകജാതനായിട്ട് വന്നവൻ ഉയർത്തെഴുന്നേറ്റത് ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ, എനിക്ക് ആദ്യത്തെ മകൻ റോനക്ക, ഞാൻ പറയും അവൻ എൻ്റെ ഏകജാതന. 2ാമത്തെ ആൾ രോഹിത് ജനിച്ചപ്പോൾ ഞാൻ പറഞ്ഞു റോനക്കിൻ്റെ ആദ്യജാതന, ഇത് 2ാമത്തെ ജാതന. യേശു വന്നത് ഏകജാതനായ പുത്രനാണെങ്കിൽ അവൻ ഉയർത്തെഴുന്നേറ്റത് ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവരും അതിൻ്റെ പുറകെ നിരനിരയായിട്ട് വരാൻ പോവുക. അപ്പോൾ ഉയർപ്പിൻ്റെ നിര ആദ്യമേ യേശു ആദ്യജാതൻ, പിന്നെ ക്രിസ്തുവിനുള്ളവർ അഥവാ സ്നാനപ്പെട്ടവർ, അവരാ പിന്നെ ഉയർത്തെഴുന്നേൽക്കുന്നേ. പിന്നെ അവന്റെ വരവെങ്കിൽ ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നത് സ്നാനപ്പെട്ടവർ മാത്രമാ. യേശുവേ എന്ന് വിളിച്ചവരല്ല, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരല്ല കർത്താവ് വരുമ്പോൾ എഴുന്നേക്കാൻ പോകുന്നത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരാ. നിങ്ങൾ ചോദിക്കും അതിന് വചനമുണ്ടോ? വചനമുണ്ട്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം, ആ ഭാഗം മാത്രം ഒന്ന് വായിക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പറയുന്നത് വായിച്ചേ. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. സ്നാനത്തിൽ എന്ത് സംഭവിച്ചു? അവനോടുകൂടെ അടക്കപ്പെടുകയും അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. എന്നിട്ട് പറയാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3:1 പറയാണ്, നിങ്ങൾ അവനോട് കൂടെ ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ സ്നാനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. സ്നാനപ്പെട്ടവന്റെ ജീവൻ എവിടെയാ ഇരിക്കുന്നേ? പിന്നെ പറയാ
നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും ആരാ? അവനോട് കൂടെ സ്നാനപ്പെട്ട് എഴുന്നേറ്റവർ മാത്രം. അതവിടെ പറഞ്ഞിരിക്കുന്നത്. അവനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ എത്ര പേർക്ക് ഉറപ്പുണ്ട്? കർത്താവ് വരും നിശ്ചയം. നിത്യത നമ്മുടെ അകത്ത് നിറഞ്ഞാ നിൽക്കുന്നേ. നിത്യജീവൻ നിറച്ചാ നിൽക്കുന്നേ. നിങ്ങളുടെയും ഞാനും എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഒരു കല്ലറ കൊണ്ട് അവസാനിക്കുകയല്ല. ശരീരം കല്ലറയിൽ പോകും. എൻ്റെ അകത്തെ മനുഷ്യൻ കർത്താവിനോട് കൂടെ അങ്ങ് ലയിക്കും. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. അതുകൊണ്ട് രൂപാന്തരം പ്രാപിക്കുന്ന നിരയെ പറയുന്ന ആദ്യം യേശു, 2 ക്രിസ്തുവിൽ നിന്നുള്ളവർ. കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 23-24. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അന്ന് എല്ലാവരും ഫോർ ദ ജഡ്ജ്മെന്റ് എഴുന്നേൽക്കും. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഈ യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ നമ്മുടെ ഉയർപ്പ് ചോദ്യം ചിഹ്നം. യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ നമ്മുടെ പാപം ഇന്നും നമ്മളിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അബ്ബാ പിതാവിനെ വിളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ പാപം മോചിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവെന്താ? എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യമാണല്ലോ, ധൈര്യം കളയരുത്. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞിട്ട് ധൈര്യം, ക്രിസ്തുവിലുള്ള ധൈര്യം കളയരുത്. കളയരുതെന്ന് പറയുമ്പം കളയാൻ പറ്റിയതാണിത്. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നാം വിചാരിക്കാതെ നടക്കാതിരിക്കുമ്പോൾ നമ്മുടെ ധൈര്യം ചോർന്നു പോകും. നമ്മൾ ചോദിക്കും, എന്താ ഇതിങ്ങനെ നടക്കുന്നത്? ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതുപോലെ എന്താ നടക്കാത്തത്? എന്തുകൊണ്ടാണ് എൻ്റെ ശാരീരിക സൗഖ്യം താമസിക്കുന്നത്? എന്തുകൊണ്ടാണ് സാമ്പത്തിക വിടുതൽ നീണ്ടുപോകുന്നത്? എൻ്റെ കർത്താവിനോടുള്ള ധൈര്യം കുറഞ്ഞുവാ. പക്ഷെ അവിടെ പറയാ കളയരുത്. അതിൻ്റെ കാരണം, കളയരുതെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആ വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനായതുകൊണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം പറയാ, എൻ്റെ അവിശ്വാസം ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഇല്ലാതെയാക്കുമോ? എൻ്റെ അവിശ്വാസം ദൈവത്തിൻ്റെ വചനത്തിൽ ഉള്ള ഉറപ്പ് ഇല്ലാതെയാക്കുമോ? ഒരിക്കലും ഇല്ല. എനിക്ക് വിശ്വാസമില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഇതിൻ്റെ ശക്തി പോകത്തില്ല. ദൈവം വിശ്വസ്തനായിരിക്കും. അവൻ പറഞ്ഞ വാക്ക് നിവർത്തിക്കുക തന്നെ ചെയ്യും. ഉയർച്ച തന്നെ പ്രാപിക്കും. താഴ്ച പ്രാപിക്കത്തില്ല എന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ അർത്ഥം അത് തന്നെയാ. ഒരു ദിവസം താമസിച്ചാൽ ഞാൻ ചോദ്യം ചെയ്യത്തില്ല, എൻ്റെ ധൈര്യം വിടത്തില്ല. കാര്യം അതിനേക്കാളും വലുതൊന്ന് നടന്നിരിക്കുക. അതിനേക്കാളും വലിയ ഒരു പദ്ധതി നടന്നിരിക്കുക. അവൻ ഉയർത്തെഴുന്നേറ്റതുപോലെ ഞാൻ ഉയർത്തെഴുന്നേറ്റും. ചിലർ പറയത്തില്ലേ, നിങ്ങൾ വിശ്വാസത്തിൽ പോയിട്ട് എന്നാ കിട്ടി? ഈ ലോകത്തിലെ നന്മകൾ കിട്ടിയ വിരലിൽ എണ്ണാൻ എന്നാ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളും ഞാനും ധൈര്യത്തോടെ പറയണം, നിത്യജീവൻ കിട്ടി. അത് വെള്ളിയോ പൊന്നോ കൊടുത്താൽ കിട്ടത്തില്ല. പൈസ കൊടുത്ത ബൈക്ക് വാങ്ങിക്കാം, പക്ഷെ നിത്യജീവൻ കൊടുക്കത്തില്ല. പൊന്നോ വെള്ളിയോ കൊണ്ടല്ല, ഏറ്റവും വിലപ്പെട്ട തൻ്റെ രക്തം കൊണ്ട് വാങ്ങി തന്നതാ ഇത്രയും വലിയ രക്ഷ. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ആ ധൈര്യം, നിങ്ങളുടെ എൻ്റെ സന്തോഷം, ധൈര്യം കാണുമ്പോൾ ആൾക്കാർ അസൂയപ്പെടണം. ഇത്രയും വലിയ പ്രശ്നത്തിൻ്റെ ഇടയിലും ഡാൻസ് കുറയുന്നില്ല. കടബാധ്യമായി ജപ്തി നോട്ടീസ് വീട്ടിൽ വന്നിരിക്കുമ്പോഴാണ് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം എനിക്കറിയാം. സ്വാഭാവികമായ ലോകത്തിൽ സ്വാഭാവികമായ വഴിയല്ല എൻ്റെ വഴി. എൻ്റെ വഴിയെക്കാളും ഉന്നതമാണ് കർത്താവിൻ്റെ വഴി. ആരും കാണാത്തതാണ് കർത്താവിൻ്റെ വഴി. തൽസമയത്ത് ചെങ്കടൽ പിളർത്തി ഉണങ്ങിയ പാത നടത്തിയ അതേ ദൈവമാണ് എൻ്റെ അപ്പൻ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാം, നിങ്ങളുടെ അകത്ത് ദൈവം നിത്യജീവനെയാ തന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ക്രിസ്തു യേശു നിത്യജീവൻ. ഒന്ന് യോഹന്നാൻ 5:11 നിങ്ങൾ വായിക്കേണ്ട, വീട്ടിൽ പോയി വായിച്ചാൽ മതി. Eternal life is Christ Jesus himself.
യേശു എൻ്റെ അകത്ത്, നിത്യജീവൻ എൻ്റെ അകത്തുണ്ടെങ്കിൽ അത് ഉള്ളത് കൊണ്ട് ഞാൻ വിശ്വാസത്താൽ ലോകത്തെ ജയിക്കും. ചിലർ പറയും ഞാൻ വിശ്വസ്തയോടെ ജീവിക്കുന്നത് കൊണ്ട് ദൈവം എന്നെ കൈവിടത്തില്ല. ഞാനൊരു കാര്യം പറയാം, വിശ്വസ്തതയ്ക്ക് പ്രതിഫലമുണ്ട്, പക്ഷേ ഞാൻ ലോകത്തെ ജയിക്കുന്നത് വിശ്വാസത്താലാണ്. വീണ്ടും ആവർത്തിക്കാം, പല രക്ഷിക്കപ്പെട്ടവർ ഞാൻ വിശ്വസ്തയോടെ ജീവിക്കുന്നു, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശരിയാകും. നോ, വിശ്വസ്തതയ്ക്ക് ദൈവത്തിൽ നിന്നും പ്രതിഫലമുണ്ട്, പക്ഷേ വെല്ലുവിളിയുടെ മുമ്പേ വിശ്വസ്തതയല്ല, നിന്റെ അകത്ത് തന്നിരിക്കുന്ന വിശ്വാസത്താല ആ മലയെ നീങ്ങിപ്പോയി കടലിൽ വീഴാൻ പറയുന്നത്. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഫെയ്ത്ത്ഫുൾനെസ് ഹാസ് എ റിവാർഡ്, ബട്ട് യു ഓവർകം ബൈ ഫെയ്ത്ത്. ഹല്ലേലൂയ. നമ്മുടെ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് 10-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം, ന്യായപ്രമാണം വരുവാനുള്ള നന്മയുടെ വരാനിരുന്ന നന്മയുടെ നിഴലല്ലാതെ. പഴയ നിയമമെല്ലാം നിഴലായിരുന്നു. രക്ഷ പോലും രക്ഷയുടെ നിഴലായിരുന്നു. ഇസ്രായേലിനെ ദൈവം മിസ്രൈമിൽ നിന്നും വിടുവിച്ച പാലായനം. രക്തത്താൽ മുദ്രയിട്ട് മിസ്രൈമിൽ നിന്നും സംഹാരദൂതൻ തൊടാതെ വെളിയിലിറക്കിയവൻ കനാൻ ദേശം വരെ കൊണ്ടുപോകാനായിട്ട് വിശ്വസ്തനാണ്. അതാ ദൈവവചനം പറയുന്ന, നിങ്ങളിൽ നല്ല പ്രവൃത്തി. ഇവിടെ ഇരിക്കുന്ന സ്നാനപ്പെട്ടവരോട് ഞാൻ പറയാം, ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയാം, കർത്താവ് പറഞ്ഞ വാക്ക, നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തേ, ഞാനാ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ചിലരിങ്ങനെ പറയും, എനിക്ക് ശാരീരിക സൗഖ്യം, ഞാൻ ആശുപത്രിയിലായിരുന്നു, ഡോക്ടർ കൈവിട്ടു, സൗഖ്യമായതുകൊണ്ട് യേശു എൻ്റെ സ്വന്തമായി. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ കാണുന്ന എല്ലാ ആശുപത്രി കിടക്കുന്നവർ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ വന്ന് രക്ഷിക്കപ്പെടണമായിരുന്നു. വന്നില്ലല്ലോ. കടബാധ്യത കാരണം ഞാൻ കർത്താവിനെ കണ്ടുമുട്ടി. അങ്ങനെയായിരുന്നെങ്കിൽ കടക്കാർ മുഴുവൻ ഇവിടെ വരണമായിരുന്നു. പക്ഷെ ഭൂരിപക്ഷം ഇന്ന് ദൈവത്തെ ദുഷിച്ച് നടക്കുക. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു മാസ്റ്റർ പ്ലാൻ, കർത്താവിന് നിങ്ങളെക്കുറിച്ച് നിത്യതയിൽ തന്നെ തുടങ്ങിയ ഒരു പദ്ധതി ആയിരുന്നത് കൊണ്ട് ദൈവം നിങ്ങളെ വിളിച്ചിറക്കിയതാ. ഞാനൊരു കാര്യം വരെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ വഴിക്ക് വെച്ച് ഇട്ടേച്ചു പോകത്തില്ല. അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവർത്തികളും പരിശുദ്ധാത്മാവിനാലും രക്ഷയുടെ പൂർത്തീകരണം വരെ നിങ്ങളെ നടത്തും. പല വിശ്വാസികളും പതറാറുണ്ട്. ചില വിഷയങ്ങളൊക്കെ വരുമ്പോൾ അയ്യോ മുഴുവൻ പോകത്തില്ലെന്ന്, അയ്യോ കടബാധ്യത, ഇനി ഒരു വഴിയില്ലെന്ന് ആര് പറഞ്ഞു വഴിയില്ലെന്ന്? കാണുമ്പോൾ വഴിയില്ല, കറക്റ്റാ, പക്ഷെ നിനക്ക് വേണ്ടി ഒരു വഴിയുണ്ട്. ഞാൻ തന്നെയാ വഴി എന്നാ യേശു പറഞ്ഞത്. ഏത് കാര്യത്തിലും ഉറപ്പിച്ചോണം, വഴി യേശു അവിടെ ഉണ്ട്. നിങ്ങളുടെ ധൈര്യം കളയരുത്. അതിൻ്റെ കാരണം താഴോട്ട് വായിക്കാം. 10-ാം അധ്യായം, ന്യായപ്രമാണം നിഴലായിരുന്നു. അതിനൊന്നും പൂർത്തീകരണമില്ല. കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായിക കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. പിന്നെ അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിന് ശേഷം പാപങ്ങളെക്കുറിച്ചുള്ള മനോബോധം പിന്നെ ഇല്ലായിക കൊണ്ട് യാഗം കഴിക്കുന്നത് നിന്നു പോകയില്ലയോ? ഹല്ലേലൂയ. നോക്ക്, എന്റെ പാപം മോചിക്കപ്പെട്ടു എന്നതിന്റെ തെളിവെന്താ? മനസ്സാക്ഷിന്ന് പോലും പാപത്തിന്റെ കര യേശുവിന്റെ രക്തം കളഞ്ഞതുകൊണ്ട്. പാപം മോചിക്കപ്പെട്ടു എന്നുള്ള ഉറപ്പ് വീണ്ടും ഞാൻ ഒരു നേർച്ചയ്ക്ക് പോകാത്തതുകൊണ്ടാണ്. വീണ്ടും ഒരു കാര്യം നേരത്തില്ല. അതിന്റെ അർത്ഥം എന്താ? എൻ്റെ പാപം മോചിക്കപ്പെട്ടു.
അതിന്റെ അർത്ഥം എന്താ? യേശു മരിച്ചെടുത്തുനിന്ന് ഉയർത്തെഴുന്നേറ്റു. അതിന്റെ അർത്ഥം എന്താ? അവൻ ആദ്യജാതനായി ഉയർത്തെഴുന്നേക്കെങ്കിൽ ഞാനും അവനോട് കൂടെ തന്നെ എന്നേക്കും വാഴാൻ താഴ്ചയുള്ള എൻ്റെ ഈ ശരീരം അവന്റെ ശരീരത്തോട് അനുരൂപനാകും. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. വിശ്വാസി എന്ന് പറയുന്നത് 1 തിമോത്തി 6:12 പറയുന്ന ഫൈറ്റിംഗ് എ ഗുഡ് ഫൈറ്റ് ഓഫ് ഫെയ്ത്ത്. നല്ല പോര് പൊരുതുമ്പം നിത്യജീവനെ മുറുകെ പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കൊരിന്ത്യർക്കെതിരെ ലേഖനം അവൻ നമ്മൾ പാപം നമ്മളിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞ ശേഷം 19-ാമത്തെ വാക്യം പറയാം, നാം ഈ ലോകത്തിൽ മാത്രം യേശുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ നമ്മളെക്കാളും അരിഷ്ടന്മാർ വേറെ ആരുമില്ല. പ്രിയമുള്ളവരെ, നിങ്ങളും ഞാനും ഈ ലോകത്തിൽ അനുഗ്രഹത്തിൻ്റെ അടയാളമാണ്. നമ്മുടെ എല്ലാ ദിവസത്തെയും ജീവിതം അത്ഭുതങ്ങളും അടയാളങ്ങളാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെന്ന ദൈവം ദിനംതോറും തെളിയിക്കുന്നത് അത്ഭുതവും അടയാളങ്ങളാണ്. ഇന്ന് പകലും ശാരീരികമായ അസ്വസ്ഥതയോടെയാണോ നിൽക്കുന്നത്? ഒരു അത്ഭുതം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നിൽക്കണം. കടബാധ്യതയാണോ? ഒരു അത്ഭുതം തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കണം. ഒരു അസാധാരണ കാര്യം നടക്കാനാണോ? വീര്യപ്രവൃത്തി പരീക്ഷിച്ചുകൊണ്ടിരിക്കണം. പരിശുദ്ധാത്മാവിനാൽ ദൈവം ഓർമ്മിപ്പിക്കുന്നത് എൻ്റെ രക്ഷയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേട്ടത്. ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങളാൽ അവന് മഹത്വം ഉണ്ടാകുമാറ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ കർത്താവ് തരുന്ന ഓരോ അനുഗ്രഹങ്ങളും ഓരോ വിടുതലും അത് കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവാൻ അത് മുഖാന്തരമായി തീരണം. ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയാം, കർത്താവ് നിങ്ങളെ വിടുവിക്കും. കർത്താവ് നിങ്ങളെ വിടുവിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന വിടുതൽ മറച്ചു വയ്ക്കരുത്. യേശു എന്നെ വിടുവിച്ചു, യേശു എന്നെ സൗഖ്യമാക്കി, യേശുവിൻ്റെ ഭവനത്തിൻ്റെ അവസ്ഥകളെ മാറ്റി, ഒരു ചെറിയ വിടുതലെങ്കിലും ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് വിളിച്ചു പറയണം, മറ്റുള്ളവരോട് പറയണം, കർത്താവിനോട് നമ്മൾ നന്ദി പറയണം. അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ എപ്പോഴും നന്ദിയുള്ളവരായി നമ്മൾ നിൽക്കുമ്പോൾ അധികം നന്മകളാൽ അധികം അനുഗ്രഹം. നമുക്കറിയാം, ഒരിക്കൽ 10 കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അടുക്കൽ വന്നു, യേശുവരെ സൗഖ്യമാക്കി. അവരോട് പുരോഹിതനെ കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞു. എന്നാൽ അതിൽ തിരിച്ച് ഒരാൾ മാത്രം മടങ്ങി കർത്താവിൻ്റെ അടുക്കൽ വന്നു. കർത്താവിനോട് ഇങ്ങനെയാണ് പറഞ്ഞത്, നീ പൂർണ്ണനാകുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതം പൂർണ്ണതയുള്ളതായി. അവൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതെല്ലാം കർത്താവ് അവന് തിരിച്ചു നൽകി, അവനെ പൂർണ്ണനാക്കി മാറ്റി. അപ്പോൾ കർത്താവിൻ്റെ ആഗ്രഹം നമ്മൾ പൂർണ്ണതയുള്ളവരായി തീരണം. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദിയുള്ളവരായിരുന്നാൽ കർത്താവ് നമ്മളെ പൂർണ്ണതയോടെ നടത്തും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെട്ടാണോ ആയിരിക്കുന്നത്, എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞങ്ങളെയൊക്കെയും വിടുവിച്ച യേശു നിങ്ങളെയും വിടുവിക്കാൻ മതിയായവനാണ്. എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണുകളെ തുറന്ന കർത്താവ് ഇന്ന് നിങ്ങളുടെ കണ്ണുകളെ തുറക്കും. നിങ്ങളുടെ വിഷയത്തെ കർത്താവ് സൗഖ്യമാക്കും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളെ കാണുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥന. അവിടുന്ന് ചതഞ്ഞ ഓടയെ ഒടിക്കുന്നവനല്ല, അവിടുന്ന് പുതുക്കി പണിയുന്ന കർത്താവ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഭാരത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും വിഷയങ്ങളുടെ മേൽ ഇപ്പോൾ തന്നെ ഒരു അത്ഭുത വിടുതൽ ഉണ്ടാകട്ടെ. ശാരീരികമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. അലർജി ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ശരീരത്തിൽ അവിടെ ഇവിടെയായി തടിച്ചു പൊങ്ങി വളരെ പ്രയാസം അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന വ്യക്തിയെ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എൻ്റെ കർത്താവെ, അങ്ങയുടെ കരം ഓരോരുത്തരെയും തൊടുന്നതിനായി സ്തോത്രം. ബ്ലീഡിങ് ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. അപ്പോൾ തന്നെ കർത്താവെ, ഭവനത്തിൽ പല വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവർ, പല പ്രശ്നങ്ങളുടെ മധ്യത്തിൽ തകർന്നിരിക്കുന്നവരെ കേൾക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ കരം ഓരോരുത്തരെയും തൊടുന്നതിനായി സ്തോത്രം. അത്ഭുത വിടുതൽ നൽകുന്നതിനായി നന്ദി കർത്താവെ. അങ്ങ് ചെയ്തു കഴിഞ്ഞതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം. അതുവരെയും കർത്താവിൻ്റെ കൃപയിൽ നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.